ഹായ് ഗൈസ്, ഒരു പുതിയ അടിപൊളി വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നലത്തെ വീഡിയോ പോലെ തന്നെ ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നേരെ വീഡിയോയിലോട്ട് തന്നെ പോകാം. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാ പ്രാവശ്യം എല്ലാ വീഡിയോയിലൊക്കെ പറയുന്ന പോലെ തന്നെയാണ്, പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. പരമാവധി അങ്ങ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് ശരിക്കും പറഞ്ഞ രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട്: കീബോർഡും മൗസും. ഡെല്ലിൻ്റെ വയർലെസ് കീബോർഡ് ആൻഡ് മൗസ്, ഇത് രണ്ടും കോംബോ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സും കാര്യങ്ങളും എല്ലാം നമ്മൾ അൺബോക്സിങ് വീഡിയോ ചെയ്യുന്ന പോലെ തന്നെ ഫീച്ചേഴ്സും കാര്യങ്ങളും പിന്നെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള എക്സ്പീരിയൻസ് കൂടെയാണ് ഇന്നത്തെ വീഡിയോയ്ക്ക് നമ്മൾ ഉൾപ്പെടുത്തുന്നത്. അപ്പം നമുക്കിന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരു ബോക്സിൻ്റെ വേറൊരു ബോക്സ് എന്ന് വെച്ചാൽ കളിയാക്കുന്ന പരിപാടി ഇനി വേണ്ട. ഇതെല്ലാന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നല്ലൊരു അടിപൊളി ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല ബലമുള്ള പോലെ. അപ്പോൾ നമ്മുടെ കീബോർഡ് മൗസും ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ എല്ലാം ഇതിൻ്റെ ഉള്ളിലുണ്ട്. ബോക്സിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങൾ ഇതിൻ്റെ ഇതൊക്കെ എന്തൊക്കെയാണ് സാധനങ്ങളെന്ന്, പിന്നെ QR കോഡ്, കളർ ഏതൊക്കെയാണെന്ന് അതിലൊന്നും കാര്യമില്ല. അതുകൂടെ ഇവിടെ എഴുത്തും കുത്തും കുറേയൊക്കെ ഉണ്ട്, അതും വേണ്ട. പ്രത്യേകിച്ച് ബോക്സിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. ഇന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. ഇവിടുന്ന് അങ്ങനെ ഇതിൻ്റെ ഉള്ളിലത്തെ വിശാലമായ ബെഡ്റൂംസ് പോലത്തെ കുറേ ബോക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ കണ്ടാണ്. ഓക്കെ, ബാൾട്ടറി ആണ് കേട്ടോ, അത് യൂസ് ചെയ്യുന്ന ബാൾട്ടറി ഇവിടെ എൻ്റെ ഉള്ളത്. വാവ്, അതിനകത്തൊന്നുമില്ല. അടുത്തത് ഇത് നമ്മുടെ മൗസാണ്. നല്ല പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതവിടെ ഇരിക്കും, പിന്നെ പരിചയപ്പെടാം. ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കുവാണ്. അപ്പോൾ ബാൾട്ടറി അതിൻ്റെ ഉള്ളിലോട്ട് കൂട്ടാം. ഇപ്പം സാധാരണ ഒരു പ്രൊഡക്റ്റ് അൺബോക്സ് ചെയ്യുന്ന പോലൊക്കെ തന്നെയാണ്. പേപ്പറും കാര്യങ്ങളും വാറണ്ടി കാർഡും കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്, അതും വേണ്ട. അപ്പോൾ 3 ബാൾട്ടറിയും അത് മാറ്റി വെച്ചേക്കാം. പിന്നെ നമ്മുടെ കീബോർഡ്, അങ്ങനെയാണ് മെയിൻ. അവന് മെയിനാണ്, മെയിനാണ്. നല്ല രസമുണ്ട് കേട്ടോ, നല്ലൊരു എന്താണ് ഈ കവറായിരുന്നു. കവർ വരാം. ഡെല്ലിനൊക്കെ ഇവിടെ എഴുതി കണ്ടോ, ഡെല്ല്. പിന്നെ കുറേ ലോക്കും. നമ്മുടെ സാധാരണ കീബോർഡുകൾക്ക് കണ്ടുവരുന്നതിൽ ഏറെ വ്യത്യസ്തമായി ഇതിന് വയറില്ല. പിന്നെ അടുത്ത് കണ്ടുവരുന്ന നമ്മൾ സാധാരണ കീബോർഡുകൾക്ക് ഇവിടെ എക്സ്ട്രാ ഒരു സ്റ്റാൻഡ് ഉണ്ടാവും ഈ രണ്ട് ഭാഗത്തായിട്ട്. അത് ഇതിന് ആ ബോഡിയിൽ തന്നെ അവർ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കർവൊക്കെ കൊടുത്ത്. സാധാരണ നമ്മുടെ മറ്റേ കീബോർഡ് അത് ചിലപ്പം ഒരെണ്ണം ഒന്ന് പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരെണ്ണം ആവാതിരിക്കാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇതിങ്ങനെ കിടന്ന് പോളക്കും വെക്കുമ്പോഴൊക്കെ ഒരു വല്ലാത്ത രീതിയിലിരിക്കും. ഇതെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, ഒരു സീനും ഇല്ല. ഇങ്ങനെ വെച്ചാൽ അവിടെ മിടുക്കനായിട്ട് അങ്ങ് ഇരുന്നോളൂ. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലുക്ക്. ഇനി നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ മൗസും കാര്യങ്ങളൊന്നും എടുത്ത് നോക്കിയേക്കാം. മൗസും അവന് ഇനി ചുമ്മാ ടെസ്റ്റ് പഠിക്കണ്ടല്ലോ, അവനെ എടുത്ത് വെച്ചേക്കാം. നല്ല ഓമനത്തമുള്ള ഫേസ്. പിന്നെ എന്തൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെയും ഡെല്ലും ഒരു കണ്ണുണ്ട്. കണ്ണല്ല, ഇത് ലൈറ്റാണ് കേട്ടോ. അപ്പോൾ ഒരു നല്ലൊരു സ്റ്റൈലിഷ് കണ്ടുവരുന്നതിന് കാണാം. ഏകദേശം പഴയ രീതിയൊക്കെ ആണെങ്കിലും പക്ഷേ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. കയ്യിലിങ്ങനെ ഒതുങ്ങുന്നൊക്കെ ഉണ്ട്. മറ്റൊന്ന് കയ്യിൽ ഒതുങ്ങും, പക്ഷേ വയറേയും കൂടെ മനസ്സ് വെച്ചാലേ ഒതുങ്ങത്തുള്ളൂ. അപ്പം നമുക്ക് വേണ്ട കാര്യങ്ങൾ എന്ന് വെച്ചാൽ ഇനി അടുത്തത് മച്ചാന്മാരുടെ രണ്ടുപേരുടെയും ഫീച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് യൂസ് ചെയ്ത എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. പൊതുവെ നമ്മൾ കണ്ടുവരുന്ന പോരായ്മകൾ, അതായത് കീബോർഡുകളുടെ ഭാഗത്തുനിന്ന് വരുന്ന പോരായ്മകളെല്ലാം നികത്തിക്കൊണ്ട് പരിഹരിച്ചുകൊണ്ട് ഡെല്ല് പുറത്തിറക്കിയ 2 മോഡൽസാണ് KB216 അതുപോലെ KM636. KM636 ആണ് നമ്മുടെ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്നത്. ഇതാണ് ഏറ്റവും നല്ലത്, അതുപോലെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഉള്ള പ്രൊഡക്റ്റ് ഇതാണ്. അതുകൊണ്ടാണ് നമ്മളിത് ചൂസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ കീബോർഡിൻ്റെയൊക്കെ മെയിൻ ഫീച്ചറിലൂടെ കിടക്കുകയാണെങ്കിൽ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഫസ്റ്റിനുള്ളത് വയർലെസ് ആണ്, നേരത്തെ ആദ്യം പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഈ പ്രോഡക്റ്റ് രണ്ടും മൗസും കീബോർഡും ഒറ്റ USB കൊണ്ട് വർക്ക് ചെയ്യുന്നതാണ്. അതുപോലെ അതെന്താ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ലാപ്ടോപ്പ് കാര്യങ്ങളൊക്കെ പൊതുവെ പോർട്ടുകൾ കുറവായിരിക്കും. മറ്റ് കീബോർഡിലൊക്കെ എന്ന് വെച്ചാൽ വയറുള്ള കീബോർഡിൽ കമ്പ്യൂട്ടർ കുത്തുമ്പോൾ 2 പോർട്ട് 3 പോർട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഇതിനാണ് ഒറ്റ പോർട്ട് കൊണ്ട് നമുക്ക് ഇത് യൂസ്ഫുൾ ആകും. ഇപ്പോൾ ലാപ്ടോപ്പിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ പോർട്ടുകൾ പൊതുവെ കുറവാണ്, നേരത്തെ പറഞ്ഞ പോലെ. അപ്പം അവിടെയാണ് ഇത് മെയിനായിട്ട് നമുക്ക് ശരിക്കും യൂസ്ഫുൾ ആവുന്നത്. അപ്പോൾ നമ്മുടെ KB216 അതുപോലെ KM636 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ KBക്ക് വയറുണ്ട്,
KM-ന് വയറില്ല, അതുകൊണ്ടാണ് നമ്മൾ ചൂസ് ചെയ്യാൻ കാരണം. പിന്നെ നമ്മൾ ഈ വയറും കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോട്ട് നമുക്ക് ലാഭിക്കാം, അതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മൗസും കീബോർഡ് സെറ്റ് ചെയ്തതിൻ്റെ ഒരു ഓഫീസ് വ്യൂ ആണ് ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു വയർലെസ് ആയതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഇവിടെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ആ ഒരു പ്രീമിയം ലുക്ക് അങ്ങനെ തന്നെ വേണം പറയാൻ. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, വർക്കിംഗ് പ്രോസസ്സറും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നമ്മുടെ കീബോർഡിനകത്തോടെ നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം, അപ്പോൾ നമ്മുടെ കീബോർഡിനകത്ത് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത് ഇവിടെ ഒരു സ്പേസ് ആണ്. ആ ഒരു ബോഡി സ്റ്റൈലിനകത്ത് ഇച്ചിരി കയറി ഇട്ടുള്ള, അതായത് സ്റ്റാൻഡ് പോലെ വെച്ചിരിക്കുന്നത് അവിടെ തന്നെയാണ് നമ്മുടെ ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് മേലോട്ടാക്കുക. 2 ബാറ്ററി ഇടാനുള്ള സ്പേസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ബാറ്ററീൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ചെറിയ ബാറ്ററിയാണ്, പക്ഷേ ആരും മേടിക്കേണ്ട ആവശ്യമില്ല. 6 മാസത്തേക്ക് കണ്ടിന്യൂ യൂസേജ് എടുക്കുന്ന ആ ഒരു പവർ നൽകുന്ന ഒരു ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, നമ്മൾ മറ്റ് വയർലെസ് കീബോർഡുകളിൽ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ബാറ്ററി നമുക്കിപ്പോൾ കണ്ടിന്യൂ യൂസേജ് ഇല്ലെങ്കിൽ ബാറ്ററി നമ്മൾ ഊരി വെക്കണം, ആ ചാർജ് പോകാതിരിക്കാൻ വേണ്ടി. പക്ഷേ ഇതിന് ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ ഇവിടെ ഒരു ഓഫ് ബട്ടൺ, ഓൺ ബട്ടൺ ഉണ്ട്. അതെന്ന് വെച്ചാൽ ബാറ്ററി ഇട്ടാലും നമ്മൾ കീബോർഡ് എങ്ങനെ വർക്ക് ചെയ്യണം, എപ്പോഴൊക്കെ വർക്ക് ചെയ്യണം നമ്മൾ തീരുമാനിക്കാം. നമുക്ക് ആ സ്വിച്ച് ഓൺ ആക്കും ഓഫ് ആക്കും ചെയ്യാം. അപ്പോൾ നമുക്ക് ബാറ്ററി ഒന്ന് ഇൻസേർട്ട് ചെയ്യാം. ബാറ്ററി 2 നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്, അടച്ചു വെക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മൗസിനെ പരിചയപ്പെടാം, വയർലെസ് മൗസിനെ പരിചയപ്പെടാം. ഇതാണ് ആദ്യം ഡിസൈൻ ബേസിലോട്ട് പോകുകയാണെങ്കിൽ ഒരു സ്ലീക്ക് ആയിട്ടുള്ളൊരു നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടൊരു ഡിസൈനാണ്. കയ്യിലൊക്കെ ഒതുങ്ങി നിൽക്കുന്നുണ്ട്. വയർലെസ് ആയതുകൊണ്ട് തന്നെ അത് സ്മൂത്തിങ് നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കും. മറ്റ് ആ ഒരു സാധാ കീബോർഡ് മൗസിൽ നിന്ന് ഒരു വലിച്ചിലൊക്കെ ഉണ്ടാവില്ല, ആ വയറിൻ്റെ ഒരു വലിച്ചിൽ, അതൊന്നും നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. ഒരു പ്രീമിയം ലുക്കാണ്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മുടെ മൗസ് നമ്മുടെ കയ്യിലിരിക്കുകയാണ്. അപ്പം കയ്യിൽ ഒതുങ്ങി, ഞാൻ പറഞ്ഞു ഒരു ബോഡി ഡിസൈൻ കയ്യിൽ ഒതുങ്ങിയിരിക്കുന്നതാണ്. മറ്റ് വയർലെസ് മൗസിൽ നിന്ന് നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാനുള്ള ഒരു സ്പേസ് ശരിക്കും പറഞ്ഞാൽ ഇവിടെയാണ്, ബാക്കിലാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പെട്ടെന്ന് ലുക്ക് ആർക്ക് എവിടെയാണ് ഇടുന്നതെന്ന് നമുക്ക് മനസ്സിലാവില്ല. ശരിക്കും പറഞ്ഞാൽ ഇതാ ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തൊന്ന് പൊന്തിക്കുകയാണ്. ഇങ്ങനെ ഒരു സേഫ് ആയിട്ടുള്ളൊരു സ്ഥലം നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെയാണ് നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്യുന്നത്. നമ്മുടെ അഡാപ്റ്റർ ഇവിടെ ഇരിപ്പുണ്ട്, അതവിടെ സേഫ് ആയിട്ടൊരു സ്ഥലം. ഇത് ശരിക്കും മറ്റ് വയർലെസ്സിൽ നിന്ന് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ ബാക്കിലൊരു ക്ലിപ്പിംഗ് സിസ്റ്റമാണ്. അത് ഇവിടെ നമ്മൾ ഇടയ്ക്ക് ഊരുകയും എടുക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും അത് ഡാമേജ് ആവും. അതുകൊണ്ട് അവരവിടുന്ന് നല്ലൊരു സേഫ് ആയിട്ടൊരു സ്പേസ് അവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇടുന്നത്. അപ്പോൾ നമ്മുടെ ബാറ്ററി നമുക്ക് ഇടാം. ഇവിടെയാണ് ബാറ്ററി ഇടുന്ന നേരത്തെ പറഞ്ഞു. നമ്മുടെ കീബോർഡിന് പോലെ 6 മാസം കണ്ടിന്യൂ യൂസേജിലുള്ള ഒരു പവർ നൽകുന്ന ബാറ്ററിയാണ്. അപ്പം നമുക്ക് ബാറ്ററി ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഇതിപ്പോൾ ഓണാണ്, ഓണാക്കി വെച്ചുകൊണ്ടാണ്. അവിടെ നേരത്തെ കീബോർഡ് ഉള്ള പോലെ തന്നെ ഓഫ് ബട്ടണും ഓൺ ബട്ടണും ഉണ്ട്. അപ്പം നമുക്ക് ബാറ്ററി ഊരി എവിടെയെങ്കിലും വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് വേണമെങ്കിൽ ഓണാക്കുമ്പോൾ ഇവിടെ ആ കീബോർഡിനുള്ള പോലെ തന്നെ ഒരു വൈറ്റ് ഇൻഡിക്കേറ്റർ ഇവിടെ കത്തുന്നുണ്ട്. അപ്പോൾ ഇത് ഓണായെന്നാണ് അർത്ഥം. അപ്പോൾ നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇട്ടു. നമ്മുടെ തന്നെ ഓണാക്കുന്നത് ഇവിടെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അഡാപ്റ്റർ, ലിങ്ക് അഡാപ്റ്ററാണ്, ലിങ്ക് കണക്റ്റ് അഡാപ്റ്ററാണ്. അപ്പം നമ്മുടെ കീബോർഡിനും മൗസിനും കൂടെ ഒറ്റ അഡാപ്റ്ററാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കാം. അതിന് മുമ്പ് നമ്മുടെ നമ്മൾ ഊരി നല്ല എളുപ്പമായിരുന്നു, അതുപോലെ എങ്ങനെയാണ് ഇടുന്നത് കൂടെ പറയണല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്യുക. ഇതായി ഒരു മാഗ്നറ്റിക് സ്ക്രൂ ആണ് നൽകിയിരിക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ഒരു ഒട്ടുപിടികളുണ്ടാകും. പിന്നെ ഇത് ഇത്രയേ ഉള്ളൂ. നമുക്കിതങ്ങ് മാറ്റി വെക്കാം. അത് കഴിഞ്ഞ് നമ്മുടെ ലിങ്ക് അഡാപ്റ്റർ വരുന്നത്. അപ്പം ഡെല്ലെന്നും അതൊക്കെ എഴുതിയിട്ടുണ്ട്, ഡെല്ലെന്നും. പിന്നെ ഇവിടെ ആ ഒരു ലിങ്ക് കണക്ടിവിറ്റീൻ്റെ ഒരു സിമ്പിളൊക്കെ നൽകിയിരിക്കുന്നുണ്ട്. ലിങ്ക് അഡാപ്റ്റർ നമുക്ക് ജസ്റ്റ് നമ്മുടെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാം. നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് മൗസ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കാം. നമുക്ക് ഇൻഡിക്കേറ്റർ കത്തും, പക്ഷേ നമ്മളിത് കത്തി നിൽക്കത്തില്ല. അതും ബാറ്ററിക്ക് ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. ബാറ്ററി പവർ കുറയത്തൊന്നുമില്ല. ഇവിടെ നമ്മുടെ സാധാരണ മൗസുകൾക്കും പിന്നെ വയർലെസ് മൗസുകൾക്കും ഉള്ള ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ അതൊരു അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ആണോ എന്ന് അറിയാൻ പാടില്ല. ഇവിടെ ഒരു ലൈറ്റ് ഇവിടെ കത്തിയിരിക്കുന്നതാണ്. ആ ലൈറ്റ് എങ്ങോട്ട് അനങ്ങുന്നു ആ ദിശയിലോട്ടാണ് നമ്മുടെ മൗസ് പോയിന്റും കൂടെ അനങ്ങുന്നത്. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ ഒരു സെൻസർ പോലത്തെ ഒരു ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. അവിടെ നമുക്ക് ബാറ്ററീൻ്റെ പവർ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് അതൊരു അഡ്വാൻറ്റേജ് ആണ്. അപ്പോൾ സ്മൂത്തായിട്ടൊരു എന്താ പറയുക, ഒരു സ്മൂത്ത് ഫിനിഷിങ് അല്ലെങ്കിൽ സ്മൂത്ത് കൺട്രോളിങ് അങ്ങനെ വേണം പറയാം.
സ്മൂത്ത് കൺട്രോളിങ് കിട്ടുന്നുണ്ട്. ഇതാ ജസ്റ്റ് അങ്ങോട്ടാക്കുമ്പോഴത്തേക്ക് കിട്ടുന്നുണ്ട്. കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. വളരെ സ്മൂത്തായിട്ട് നമുക്ക് ഒരു വലിച്ചിൽ നമുക്ക് ആ വയർലെസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വലിച്ചിലും കിട്ടുന്നില്ല. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഇതാ നല്ല സ്മൂത്തായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കീബോർഡിൻ്റെ ലേഔട്ടിലൂടെ വരുമ്പോൾ സാധാരണ ഉള്ള എല്ലാ കീബോർഡുകളിൽ നിന്നുള്ള ഒരു ലേഔട്ടാണ് നൽകിയിരിക്കുന്നത്. അതിൽ ഇച്ചിരി മൾട്ടി ഫങ്ഷണൽ സ്വിച്ചസ് അതിൻ്റെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് സൗണ്ട് അപ്പ് ആൻഡ് ഡൗൺ, അതുപോലെ മ്യൂട്ട്, നെക്സ്റ്റ് പോസ്, പിന്നെ സെർച്ചസ്, സ്ലീപ്പ്, ലോക്ക്. ഈ നീല കൊടുത്തിരിക്കുന്ന സിമ്പിൾസ് ഉള്ള എല്ലാ സ്വിച്ചസും വർക്ക് ചെയ്യണമെങ്കിൽ ഫങ്ഷണൽ കീ അതിവിടെ നീലയിലാണ് കൊടുത്തിരിക്കുന്നത്, 2 കൊടുത്തിട്ടുണ്ട്. ഫങ്ഷണൽ കീ ഞെക്കി പിടിച്ചുകൊണ്ടാണ് ഇത് പ്രവർത്തിപ്പിക്കേണ്ടത്. അതായത് നമ്മുടെ ഷിഫ്റ്റ് കീ വെച്ചിട്ട് വർക്ക് ചെയ്യുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതുപോലെയൊക്കെ തന്നെയുള്ളൂ. അതുപോലെ ഇവിടെ പ്രിൻ്റ് സ്ക്രീന്, സ്ക്രോൾ റോക്ക്, ലോക്ക്, പോസ്റ്റ് ബ്രേക്ക്, അതുപോലത്തെ കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നതൊക്കെ ഫങ്ഷണൽ കീ വെച്ചിട്ടാണ്. അതാണ് നീല കളർ കൊടുത്തിരിക്കുന്നത്. പിന്നെ ക്യാപ്സ് ലോക്കിട്ട് വരുമ്പം സാധാരണ ഉള്ള കീബോർഡ് എന്ന് വെച്ചാൽ ക്യാപ്സ് ലോക്ക് ഓൺ ആക്കിയാൽ ആ ഇൻഡിക്കേറ്റർ അവിടെ കത്തിക്കൊണ്ടിരിക്കും. അത് നമ്മൾ എപ്പോഴാണോ ഓഫ് ആകുന്നത് അപ്പോഴേ അത് ഓഫ് ആകത്തുള്ളൂ. ഇതിൻ്റെ കാര്യത്തിൽ അങ്ങനെയല്ല, അത് ഓണാക്കിയതാ ഓഫായി. അത് ഓണാണ് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു ഇൻഡിക്കേറ്ററാണത്. അത് കഴിഞ്ഞ് നമ്മൾ ഓഫാക്കുമ്പോൾ അത് ഓഫാണ്, നമ്മളിപ്പോൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതെന്ന് പറഞ്ഞാൽ നേരത്തെ ഓണാക്കി ഓഫാക്കി എന്നതിനുള്ള ഒരു ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു കീബോർഡിൻ്റെ ലേഔട്ടിൽ വന്ന മാറ്റങ്ങളും അഡ്വാൻറ്റേജസും. നമ്മൾ മൗസ് നമ്മൾ ചെക്ക് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ലാഗോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നമുക്ക് സ്മൂത്ത്നെസ് നമുക്ക് കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് കീബോർഡ് നമ്മൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ കീബോർഡിൻ്റെ ഭാഗത്തുനിന്ന് നമ്മളെ മൗസ് വർക്ക് ചെയ്തതുപോലെ തന്നെ ഒരു ലാഗും കാര്യങ്ങളും ഒന്നുമില്ല, നല്ല സ്മൂത്തായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളിത് ഷോപ്പ് ചെയ്ത് മേടിച്ച എവിടെ നിന്ന് വെച്ചാൽ ഇരിട്ടിയിലുള്ള ഡെല്ലിൻ്റെ തന്നെ ഡീലേഴ്സായ iDreamz കമ്പ്യൂട്ടർ സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ മാക്സിമം നല്ല ഒരു ഡിസ്കൗണ്ട് ഒക്കെ ആയിട്ട് നൽകുന്നുണ്ട്. അപ്പോൾ അവരുടെ ഷോപ്പിൽ കമ്പ്യൂട്ടർ, അതുപോലെ ലാപ്ടോപ്പ്, ഇതുപോലത്തെ വയർലെസ് ഐറ്റംസ്, ആക്സസറീസ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും സർവീസസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾക്ക് അറിയണോ അല്ലെങ്കിൽ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണോ അങ്ങനെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അവിടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ 2 ഐറ്റംസിൻ്റെ കാര്യങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ കൊച്ചു വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കരുത്. അപ്പോൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈം ആണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത അടിപൊളി കിണ്ണങ്കാച്ചി വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ. ഒരു പുതിയ മോഡൽസാണ് കെ ബി അതുപോലെ തന്നെ സോഫ്റ്റ്വെയറും ഹാർഡ്വെയറും അതുപോലെ തന്നെ സർവീസസും ഉപയോഗിക്കുന്നത്.